ഫുട്ബോൾ കോച്ചിങ്ങിന് പോവാണ്. അപ്പം ഇപ്പം ഞാൻ 7:00-ക്കാണ് പോകുന്നത്. ചില ഒരു 9-9:30 ആവുമ്പോൾ ഞാൻ തിരിച്ചു വരും. അപ്പം ഹായ് ഫ്രണ്ട്സ്, അമീൻ അമറുള്ളതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പം 12:30 കുറച്ചേരം വിശ്രമിച്ചു. അപ്പം ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് കുറച്ച് ക്രാഫ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. നേരെ വീഡിയോയിലിട്ടിട്ടാലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ടാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം കറക്റ്റ് ഇതുപോലെ അറ്റം വരുന്നത് പോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു വര ഇട്ടുണ്ട്. ആ വരയെ കൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അതെ, നമ്മളതാക്കിയെടുത്ത് ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നിലത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താന്നുമായിരിക്കണം. നമ്മുടെ ഇനി നമുക്ക് ഒരു പച്ച ഷിമ്മിക്കിറ്റ് ആവശ്യമാണ്. ഇനി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു പച്ച കവറാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഭാഗം മുറിച്ച് മാറ്റാം. ഈ കൈ പിടിക്കുന്ന ഭാഗം എല്ലാം നമുക്ക് കട്ട് ചെയ്ത് തരണം. ഷേപ്പിനൊന്നും അല്ല വരുന്നത്. ചെയ്യേണ്ടതെന്താന്ന് വെച്ചാൽ ഈ ഭാഗമല്ലേ, ഇത് അതിൻ്റെ താഴ്ഭാഗം, ആ ഭാഗം ഒന്ന് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്താൽ. അപ്പോൾ ഗൈസ് നമ്മൾ മുറിച്ചു. ഇനി നമ്മൾ മുറിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഭയങ്കര വലിയൊരു ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വര പോയിരുന്നുണ്ടോ, ആ വരയ്ക്കനുസരിച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ തൊട്ടി ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കാം. അതിന് ശേഷം ഇങ്ങോട്ട് അതുപോലെ ഒന്ന് മടക്കാം. മടക്കിയതിന് ശേഷം ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വെട്ടിയെടുത്തു. തുറന്ന് കാണിച്ചു തരാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ട്രീയുടെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടി നമുക്ക് ഇവിടം വരെ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുന്നവരും അത് ചെറുതായി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ വരച്ചേക്കണുണ്ടോ, അതേപോലെ വരച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാം. അതായത് ഒരു സ്റ്റാർ, അതിൻ്റെ ഒരു കോല്. അപ്പോൾ ഇത് നമുക്ക് ട്രീയുടെ മുകളിൽ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റാർ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മഞ്ഞയും, ഇപ്പോൾ എൻ്റെ കവറ് കട്ടിയില്ലാത്തതുകൊണ്ട് ഒട്ടും കളറില്ലായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും പെയിൻറ്റ് ചെയ്തെടുക്കാം.
ഫ്രണ്ട്സ്, ഞാൻ അതെ ഇതുപോലത്തെ ഒരു റൗണ്ടിന് ഷേപ്പുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതെ ഇതുപോലത്തെ ഒരു സ്ട്രിങ്ങും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം നമുക്കത് ഈ തുളയിൽ വെച്ച് പശ തേച്ച് ഒട്ടിക്കണം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്ത് കുറച്ച് പശ തേച്ച് നമുക്കിത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതുപോലെ ഇറക്കി വെക്കണം. ഇതുപോലെ ഇപ്പോൾ നമുക്കൊന്ന് ഒട്ടിക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് അതെ ഇതിപ്പം 1 സെൻറ്റിമീറ്ററാണ്. അതേപോലെ 4 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതേ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ പകുതിയായിട്ടൊന്ന് മടക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഒരു വര ഇട്ടു. അവിടെ ഇട്ടതേ കറക്റ്റ് ഇവിടെ ആ അടുത്ത വരയും വെച്ച് നമ്മളിത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ രൂപം കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ ഒട്ടിച്ചെടുത്ത രൂപം. ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒട്ടിച്ചേക്കണ ആ സ്ഥലമല്ലേ, ആ സ്ഥലത്തെ ഇതെടുക്കുക ഫസ്റ്റ്. അതാ ഇതാണ്. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് ഇത് തന്നെ അതിൻ്റെ ആ സൈഡിലെ അപ്പുറത്തെ സൈഡിലെ നമ്മൾക്ക് ഇതുപോലെ ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ അതായത് ഇനി ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇതിൽ തന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ വന്നേക്കുന്ന നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വരിക. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു ബോൾ കിട്ടും കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ്. അതെ നമ്മളിവിടെ ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമുക്കിത് എവിടെയെങ്കിലും തൂക്കിയിടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ്. രണ്ടാമത്തെ ക്രാഫ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രോയിങ്ങിലേട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മളാക്കി ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു സാന്താക്ലോസിനെ കൂടെ വരച്ച് കൊടുക്കാം. നമുക്ക് നേരെ ഡ്രോയിങ്ങിലെത്താം.
ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മ എവിടെയാന്ന് പോയോ? എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. നേരെ ഓർക്കാം. അവിടെ ഇരുന്ന് പാട്ട് പാടുവാണ്. ദിയാ മെരി ക്രിസ്മസ്. അപ്പോൾ അതെ അമ്മ എനിക്കും ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അമ്മ ഫസ്റ്റ് തുറക്കട്ടെ. അൺകവറിങ് വീഡിയോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഇനിയുണ്ട്. നിങ്ങൾ പിടിച്ചാലേ ഒരു എങ്ങനെയുണ്ട്? അതെ നമ്മുടെ ടെഡി ബിയർ. അതെ നമ്മള് തുറന്നു നോക്കാം നമുക്ക് കിട്ടിയ എന്താന്ന്. എന്താ പറഞ്ഞേ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെയും അമീനമ്ര വ്ലോഗിന്റെയും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. We wish you a Merry Christmas.